ധനുഷിനെതിരെ ഉന്നയിച്ച വിമർശനവും ഡോക്യുമെന്ററി റിലീസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും തമിഴകത്ത് സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് നയൻതാര. താരത്തിനെതിരായി കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനുഷിനെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെ കാരണം വിശദമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നയൻതാര ഒരു അഭിമുഖവും നൽകിയിരുന്നു. എന്നാൽ വിവാദങ്ങളുടെ നടുവിലാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ധനുഷിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെ നയൻതാരയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. നയൻതാര ദേശീയക്കാരിയും ഈഗോയുള്ളവളുമാണെന്നാണ് ഏറെയും കുറ്റപ്പെടുത്തലുകൾ. അധിക്ഷേപങ്ങൾ കടുത്തതോടെ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിന് നയൻതാര അഭിമുഖം നൽകുകയുണ്ടായി. എന്നാൽ ഇപ്പോഴിതാ നയൻതാരയെ പിന്തുണച്ച് സംസാരിക്കുകയാണ് തമിഴ് സംവിധായകൻ നന്ദവനം നന്ദകുമാർ. നയൻതാര, ചിമ്പു എന്നിവർ അഭിനയിച്ച വല്ലവൻ എന്ന സിനിമയിൽ ഇദ്ദേഹവും അസോസിയേറ്റ് ആയിരുന്നു. കെട്ടവൻ എന്ന സിനിമയും സംവിധാനം ചെയ്തിട്ടുമുണ്ട്. നയൻതാര അടുപ്പമുള്ളവരോട് ഏറെ സ്നേഹത്തോടെ പെരുമാറുന്നയാളാണെന്നും നന്ദകുമാർ പറയുന്നുണ്ട്. ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം. പൊതുവിടങ്ങളിൽ കാണുന്ന നയൻതാരയും സിനിമയിൽ കാണുന്ന നയൻതാരയും നയൻതാരയുടെ യഥാർത്ഥ സ്വഭാവവും വ്യത്യസ്തം തന്നെയാണ്. വീട്ടിൽ പോയാൽ അവർ തന്നെയാണ് ഭക്ഷണം നമുക്ക് വിളമ്പി തരുന്നത്. പണ്ട് ഹൈദരാബാദിൽ ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഒപ്പം ചിമ്പുവുമുണ്ട്. താമസിക്കുന്ന ഹോട്ടൽ മുറിയോടൊപ്പം കിച്ചണുമുണ്ട്. ഓർഡർ ചെയ്താൽ ഭക്ഷണവും വരും. എന്നാൽ നയൻതാര തന്നെ ഭക്ഷണം പാകം ചെയ്ത് ചിമ്പുവിന് കൊടുത്തിരുന്നു. ഫാമിലി അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ. അയൽപ്പക്കത്തെ കുട്ടിയെ പോലെയായിരുന്നു ഞങ്ങൾക്കെന്നും നയൻതാര എന്നാണ് സംവിധായകൻ ഓർത്തു പറയുന്നത്. അതേസമയം തന്റേതായ പിടിവാശി താരത്തിനുണ്ടെന്നും നന്ദകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനൊരു ഉദാഹരണവും സംവിധായകൻ പങ്കുവച്ചു. ഗജനി സിനിമയിൽ നയൻതാരയും അസിനുമാണ് അഭിനയിച്ചത്. നയൻതാരയുടെ റോൾ വളരെ വലുതാണെന്ന ബിൽഡപ്പ് കൊടുത്തുകൊണ്ടാണ് സംവിധായകൻ മുരുകദാസ് കഥ പറഞ്ഞത്. എന്നാൽ 30 ദിവസത്തേക്ക് ഡേറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ നയൻതാരയുടെ ഷൂട്ടും തീർത്തിരുന്നു. ബാക്കിയുള്ള 20 ദിവസം ഷൂട്ടിങ്ങിന് വിളിക്കുമെന്ന് കരുതി നയൻതാര ഫോൺ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വിളിക്കുമെന്ന് അവരും ഉറപ്പ് കൊടുത്തിരുന്നു. എന്നാൽ അവരൊട്ട് വിളിച്ചതുമില്ല. സിനിമ അങ്ങനെ പൂർത്തിയായി. സിനിമ പോയി കണ്ടതിന് ശേഷമാണ് നയൻസിന് മനസ്സിലായത് അതൊരു നായികാവേശമല്ല. എന്നാൽ ആ ദേഷ്യം നയൻതാരയ്ക്ക് എന്നും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നതിനാലാണ് എനിക്ക് ആ വിഷയം ഇത്ര കറക്റ്റായി അറിയാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു റോൾ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് നടി എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗജനിയിൽ നായികയായി അഭിനയിച്ച അസിൻ ഇന്ന് ഹിന്ദി വരെയും എത്തി. ഗജനി ചെയ്തതിലെ നീരസം നയൻതാരയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അരം എന്ന സിനിമയുണ്ടായത്. അരത്തിന്റെ സംവിധായകൻ ഗോപി നയിനാർ MR മുരുകദാസിന്റെ കത്തി എന്ന സിനിമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. തന്റെ നോവലിലെ കഥ മോഷ്ടിച്ചെന്നായിരുന്നു ആരോപണങ്ങൾ അത്രയും. എന്നാൽ ഈ ഒരു വിഷയം കണ്ടപ്പോഴാണ് നയൻതാര ഗോപി നയിനാറെ വിളിച്ച് സംസാരിക്കുന്നതെന്നാണ് നന്ദവനം നന്ദകുമാർ പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ടെന്നും നമുക്കൊരു സിനിമ ചെയ്യാമെന്നും നയൻസ് പറഞ്ഞു. ശത്രുവിന്റെ ശത്രു എന്നും മിത്രം എന്നല്ലേ. നയൻതാരയ്ക്ക് പിടിവാശി ഏറെയുണ്ടായിരുന്നു. അതിലൊരു തരി പോലും മാറ്റം ഉണ്ടാകില്ലെന്നും സംവിധായകൻ എടുത്തു പറയുന്നുണ്ട്. ഷൂട്ടിംഗ് തിരക്കുകളിലാണ് നയൻതാര ഇപ്പോൾ. താരത്തിന്റെ ഒന്നിലേറെ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മലയാളത്തിലെ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയും മഹേഷ് നാരായണൻ ചിത്രവുമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. എത്ര തന്നെ വിവാദങ്ങൾ ഉണ്ടായാൽ പോലും, എന്നാൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്, എത്ര തന്നെ വിവാദങ്ങൾ ഉണ്ടായാൽ പോലും നയൻതാര എന്നും ഒരു നല്ല ഭാര്യയും അതോടൊപ്പം ഒരു നല്ല അമ്മയുമായി തന്റെ കുടുംബത്തെ സംരക്ഷിച്ചു പോകുന്നു എന്നത്. ഇത് നടിയുടെ സുഹൃത്ത് ഡെയ്സി മോർഗൻ പറയുന്നതാണ്. മക്കൾ അച്ഛനോടും അമ്മയോടും വളരെ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ്. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോൾ ഓരോ നിമിഷവും കുട്ടികൾക്കൊപ്പം മാത്രമാണ് നയൻതാര ചിലവഴിക്കുന്നത്. അവരോടൊപ്പം കളിക്കുകയും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പിടിച്ചിരുത്തി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. മക്കൾക്കറിഞ്ഞാൽ നയൻതാരയുടെ ഹൃദയമാണ് ഏറെ വേദനിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിക്കിയോടും. എനിക്ക് 20 വയസ്സുള്ള ഒരു മകളുണ്ട്. പക്ഷെ നയൻതാര തന്റെ മക്കളെ നോക്കുന്നത് കണ്ട് ഞാൻ എന്റെ മകളെ നോക്കുന്നതിൽ തെറ്റ് പറ്റുമോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളാണ് നയൻ. എന്നാൽ സെലിബ്രിറ്റി ആയതിനാൽ നയൻതാര എല്ലാവരും പാമ്പർ ചെയ്യുകയായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർ തന്നെ എല്ലാം ചെയ്യും. ചിലപ്പോൾ ഭക്ഷണം വിളമ്പുന്നത് പോലും നയൻതാരയാണ്. മക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യും. ആയമാരുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നയൻസ് തന്നെയാണ് നോക്കുന്നത്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോകുമെന്നും ഡെയ്സി മോർഗൻ പറഞ്ഞു. കരിയറിലെ തിരക്കുകളിലാണ് നയൻതാര ഇപ്പോൾ. നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.